ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വിലയിടൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് എപ്പോഴും ഡൗട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എങ്ങനെയാണ് ഒരു ഐറ്റത്തിന്റെ വില ഇടേണ്ടത്, നമുക്കിതൊരു ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ് ആണോ, എത്ര രൂപയ്ക്കാണ് നമ്മളിതൊക്കെ വിൽക്കേണ്ടത് എന്നുള്ള ഒരുപാട് ഡൗട്ടുകളൊക്കെ നമുക്ക് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഓരോ വീഡിയോസിന്റെ താഴെ എത്ര രൂപയ്ക്ക് വിൽക്കാമെന്ന് ചോദിക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിലയിടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മിനി ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഐറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നോ രണ്ടോ പീസൊന്നും ആയിട്ടല്ല സെയിൽ ചെയ്യാറ്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യാറുള്ളത് ഇതൊരു സെറ്റായിട്ടാണ്. അതിൽ ചിലപ്പോൾ ഒരു 3-4 പെയറൊക്കെ ആയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ഐറ്റത്തിൻ്റെ ഒക്കെ വില കാണാനും അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് ചാർജ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതേപോലത്തെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇത്രയും പീസ് നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമുക്ക് പല സൈസിലും പല റേറ്റിലാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് A4 സൈസിൽ വരുന്നുണ്ട്. ഇതാണ് A4 സൈസ് കേട്ടോ. പിന്നെ A3 സൈസിൽ വരുന്നുണ്ട്. പിന്നെ ഒരു വലിയ ചാർട്ടിന്റെ അത്രയും ഒരു വലിപ്പത്തിൽ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആളുകളുടെ കയ്യിലും ഈ ഒരു A4 സൈസിലുള്ള ഫോം ഷീറ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് കണ്ടില്ലേ, നമുക്ക് ഇത്രയും ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് ആവശ്യം വരുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഇതുപോലെ പെന്ന് വെച്ചിട്ട് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടില്ലേ, ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് ഒരു 23 പീസോളം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ 23 ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ഒരൊറ്റ ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ കോസ്റ്റ് ഒക്കെ അറിയാനായിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടും അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മളുടെ ഈ ഒരു ഫോം ഷീറ്റിന്റെ കോസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു A4 സൈസിൽ നിന്ന് നമുക്കൊരു 23 ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഫോം ഷീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പൊ കാണിച്ചിട്ടുള്ള ആ ഒരു ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ക്ലിപ്പിന്റെ സെന്ററിൽ വരുന്ന ആ ഒരു പോർഷൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഈ 23 പീസിനും ചെയ്തെടുക്കാം, ബാക്കിയും പിന്നെ കുറെ പീസുകൾക്കും ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു ഭാഗം ഉണ്ടാവും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് പ്ലസ് നമ്മുടെ വർക്കിംഗ് ചാർജ് പ്ലസ് പ്രോഫിറ്റ് അത് ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു റേറ്റ് ആണ് നമ്മളുടെ ഒരു പ്രൈസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കോസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അറിയാതെ പോകുന്ന ചില നമ്മളുടെ കോസ്റ്റുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു ഫോം ഷീറ്റിന്റെ കോസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വരുന്നത് ഈ ഒരു ഫോം ഷീറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു A4 സൈസിലുള്ള ഈ ഒരു ഷീറ്റിന് 20 രൂപ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കുറെ മുമ്പാണ് വാങ്ങിയിട്ടുണ്ടായത്. ഇപ്പൊ നമുക്ക് 15 രൂപയ്ക്കും 12 രൂപയ്ക്കും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന റേറ്റിനേക്കാളും കുറച്ച് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോം ഷീറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷീറ്റിന് എത്ര റേറ്റ് ആണോ, അതായത് 20 രൂപയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ആ 20 ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, അഥവാ 23. അപ്പോൾ 20/23 നോക്കുമ്പോൾ നമുക്ക് 1 രൂപയിൽ താഴെയാണ് ഒരു ക്ലിപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫോം ഷീറ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 രൂപ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പെയറിന്റെ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ 2 രൂപയാണ് വരുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അലിഗേറ്റർ ക്ലിപ്പ് കേട്ടോ. അപ്പൊ അലിഗേറ്റർ ക്ലിപ്പ് ഞാൻ വാങ്ങിയിട്ടുള്ളത് 3 സെന്റിമീറ്റർ ലെങ്ത്തിൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പൊ അത് അന്ന് വാങ്ങുമ്പോൾ പെയറിന് 3 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. അപ്പൊ അലിഗേറ്റർ ക്ലിപ്പിന്റെ നമുക്ക് കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 5 രൂപയാണ്. ഒരു പെയർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു കോസ്റ്റ് നോക്കുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. അപ്പൊ അതായത് നമ്മൾ ഒരു ഫോം ഷീറ്റും അതേപോലെ തന്നെ ക്ലിപ്പിന്റെയും ഒരു പെയറിന്റെ നമ്മുടെ ആ ഒരു കോസ്റ്റ് കണ്ടിട്ടുള്ളത് 5 രൂപയാണ്. അതായത് ഒരു പെയറിന് രണ്ടും കൂടെ ആയിട്ടുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പൊ ഞാൻ സാധാരണ ഒരു പെയർ ആയിട്ടൊന്നും കൊടുക്കാറില്ല. ഈ ഒരു ചെറിയ ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് റേറ്റ് കാണാനും അതേപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് ചാർജ് ഒക്കെ നോക്കാൻ എളുപ്പം നമ്മൾ ഒരു സെറ്റായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു 4 പെയർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറ്റായിട്ടാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു റേറ്റ് നോക്കാം കേട്ടോ. അപ്പൊ ഒരു പെയറിന് നമുക്ക് 5 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു 4 പെയർ ആകുമ്പോൾ നമുക്ക് വരുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു
സെറ്റിൻ്റെ ഈ ഒരു ഫോം ഷീറ്റിൻ്റെയും ക്ലിപ്പിൻ്റെയും കോസ്റ്റ് എന്ന് പറയുന്നത് 20 രൂപയാണ്. ഇനി ഈ ഒരു 20 രൂപയുടെ കൂടെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാവലിംഗ് എക്സ്പെൻസസ് നമ്മൾ ഈ മൊത്തം ഈ ഒരു 8 അതായത് 4 പേർ എന്ന് പറയുമ്പോൾ നമുക്ക് 8 പീസും കൂടെ ആഡ് ചെയ്യുന്നത് 2 രൂപയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരുപാട് ഐറ്റംസ് ആയിട്ട് വാങ്ങുന്നത് കാരണം 2 രൂപ കുഴപ്പമില്ല, നമുക്ക് നഷ്ടമല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരൊറ്റ ഐറ്റം ഒക്കെ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ 2 രൂപ എന്ന് പറഞ്ഞത് നിങ്ങൾ കൂടുതലായിട്ട് അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ ആ ഒരു ചാർജ് ആയി. നമ്മൾ അടുത്ത് നോക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂ ആണ് കേട്ടോ. അപ്പൊ ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ഗ്ലൂ ഗണ്ണാണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഗ്ലൂ ഗണ്ണും അതേപോലെ തന്നെ ആ ഒരു ഗ്ലൂ സ്റ്റിക്കൊക്കെ. ഒരു പാക്കറ്റിൽ 200 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു 50 പീസ് ചെയ്തൊരു പാക്കറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. അപ്പൊ അത് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഗ്ലൂവിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആഡ് ചെയ്യുന്നത് ഈ ഒരു പീസുമ്മല് 2 രൂപയാണ് കേട്ടോ. അതായത് നമ്മളുടെ ഈ ഒരു സെറ്റുമ്മല് ഞാൻ ആഡ് ചെയ്യുന്നത് 2 രൂപയാണ്. അപ്പോൾ നിങ്ങൾ മറ്റേ B7000 ഗ്ലൂ ഒക്കെ ആണെങ്കിൽ നമ്മളത് അധികമായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, പെട്ടെന്ന് കഴിഞ്ഞും പോകും കേട്ടോ. അപ്പം അത്യാവശ്യം റേറ്റും ഉണ്ട് അതിന്. അപ്പോൾ നിങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കോസ്റ്റ് വന്നത് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് കൂട്ടിയിടണം കേട്ടോ. അപ്പോൾ 2 രൂപ ആകുമ്പോൾ നിങ്ങൾക്ക് അത് മുതലാവില്ല, അപ്പോൾ കുറച്ചും കൂടി റേറ്റ് കൂട്ടിയിടാം കേട്ടോ. അപ്പോൾ ആ ഡെലിവറി ചാർജിന്റെ കോസ്റ്റും ആയിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൂവിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്നതാണ് നമ്മുടെ പാക്കിങ് കേട്ടോ. അപ്പൊ ഞാൻ ഓരോ ഐറ്റംസും പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാക്കിംഗ് കവറും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊക്കെ നമ്മൾ ചെറിയൊരു ചാർജ് നമ്മൾ അതിൽ ആഡ് ചെയ്യണം. അപ്പൊ ആ ഒരു ചാർട്ടിന്റെയും പാക്കിംഗ് കവറിന്റെയും ഒരു കോസ്റ്റ് ആയിട്ട് നമുക്കൊരു 1 രൂപ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ടോട്ടൽ കോസ്റ്റ് കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റുകളൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഫോം ഷീറ്റ്, ക്ലിപ്പ്, പിന്നെ ഡെലിവറി ചാർജ്, ആ ഒരു കോസ്റ്റ്, പിന്നെ പാക്കിങ്ങിന്റെയും ഗ്ലൂവിന്റെ ഒക്കെ നമ്മൾ കോസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ 20 + 2 + 2 + 1 അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സെറ്റിൽ വരുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ് കേട്ടോ. അപ്പൊ ഒരു സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ആണ് ഈ 25 രൂപ. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് ചാർജും അതേപോലെ തന്നെ പ്രോഫിറ്റും ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു 2 സംഭവം നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണോ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ആ ഒരു എഫേർട്ട്, നമ്മുടെ ആ ഒരു ടൈം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്കിംഗ് ചാർജും പ്രോഫിറ്റും ഒക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഞാൻ ഈ ഒരു സെറ്റിന്, അതായത് 4 പേരായിട്ടുള്ള ഈ ഒരു സെറ്റിന് വില ഇട്ടിട്ടുള്ളത് 65 രൂപയാണ് കേട്ടോ. അപ്പൊ ഞാൻ 65 രൂപയ്ക്കാണ് ഞാൻ അത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ സമയത്തും ഒരേ റേറ്റ് ആവണം എന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽസിന്റെ റേറ്റിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പൊ ഒരേ റേറ്റിന് നമുക്ക് എല്ലായ്പ്പോഴും ചിലപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ചിലവർക്ക് തോന്നാം കേട്ടോ ഈ ഒരു റേറ്റ് കൂടുതലാണെന്ന് തോന്നാം, ചിലവർക്ക് കുറവായിട്ടും തോന്നാം കേട്ടോ. നഷ്ടമാണല്ലോ അങ്ങനെ തോന്നാം. അപ്പോൾ കുറവായിട്ട് തോന്നുന്ന ആൾക്കാർ നിങ്ങൾക്ക് സെയിൽ ആവുന്നുണ്ടെങ്കിൽ കൂട്ടി ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഒരുവിധം എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിനായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, ഓരോ വീഡിയോസിന്റെ താഴെ ഞാൻ കാണാറില്ലാണ് കേട്ടോ കമന്റ്, എത്ര രൂപയ്ക്ക് വിൽക്കാം, എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാന്നൊക്കെ. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊരു എമൗണ്ടിൽ പറയാത്തത് ഇതുകൊണ്ടാണ്. പലർക്കും പല റേറ്റിലാണ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. പിന്നെ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഓരോ വീഡിയോസിന് താഴെ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത് കാരണമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എങ്ങനെ വിലയിടുന്നു എന്നാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളുടെ ആ ഒരു വർക്കിംഗ് ചാർജിലൊക്കെയാണ് നമ്മൾ വർക്കിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതിലൊക്കെയാണ് വ്യത്യാസം വരിക കേട്ടോ. അപ്പൊ ഈ ഒരു ഐറ്റത്തിൽ ഞാനൊരു വർക്കിംഗ് ചാർജും പ്രോഫിറ്റും കൂടെ ഒരു 40 രൂപയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ കിട്ടുള്ളൂ എന്നാലും വിചാരിക്കേണ്ട. നമ്മൾ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്കിംഗ് ചാർജ് കൂട്ടുട്ടോ. അപ്പോൾ ഒരു 100 150 രൂപ ഒക്കെ വർക്കിംഗ് ചാർജ് വാങ്ങുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം ടൈം എടുത്തിട്ട് ചിലപ്പോൾ 2 ദിവസമൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്ന വർക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനൊക്കെ അതിനനുസരിച്ചൊക്കെ റേറ്റ് കൂട്ടും. അപ്പൊ നമ്മുടെ എല്ലാ ഐറ്റത്തിനും നമ്മൾ ഇതേപോലെ തന്നെയാണ് വിലയിടുന്നത് കേട്ടോ. വർക്കിംഗ് ചാർജിൽ മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതേപോലത്തെ റേറ്റ് ഇടുന്ന വീഡിയോ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ വേറെ ഏതെങ്കിലും ഐറ്റത്തിന്റെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കോസ്റ്റും നമ്മൾ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളുടെ ഓരോ ഐറ്റത്തിനും വിലയിടാനായിട്ട്. അപ്പൊ അങ്ങനെ വിലയിട്ടാലേ നമ്മളുടെ ഈ ഒരു ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ പോയിന്റ്സും ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് റേറ്റ് ചോദിച്ചിട്ട് കമൻറ്റ് ഇടുന്ന ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.